ഹലോ, ഇന്ന് നമുക്ക് തേങ്ങാപ്പീര വെച്ച്, അതായത് തേങ്ങയുടെ പാലെടുത്ത് ബാക്കി വരുന്ന ആ കൊറ്റൻ വെച്ച് നമുക്ക് കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ് കുക്കീസ് ഉണ്ടാക്കുക. ഞാനിവിടെ തേങ്ങാപ്പീര കൊണ്ടാണ് കുക്കീസ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് തേങ്ങാപ്പീര വെച്ച് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു പാത്രം, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പീര നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് ഞാൻ ചെറുപയർ പരിപ്പ് പായസം വെച്ചപ്പോൾ എടുത്ത തേങ്ങയുടെ പീരയാണ്. അത് ഞാൻ ഒന്ന് വെള്ളം തോരാനായിട്ട് ഇങ്ങനെ പരത്തി ഒരു പാത്രത്തിൽ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഡ്രൈ ആക്കി അതിൽ ഒന്നും കൂടി ചെറിയ വെള്ളം നനവുണ്ട്, അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് നല്ലോണം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് അതിലെ വെള്ളം നനവൊന്ന് മാറ്റിയെടുത്താൽ മതി. കളർ ചേഞ്ച് ആവാൻ പാടില്ല കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നനവൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ ഒരു 3/4 ഗ്ലാസ് ബട്ടർ ഉരുക്കി എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിച്ച പഞ്ചസാര, 1 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വയ്ക്കുന്നതിന് മുമ്പ് എടുത്ത അളവാണ് 1 ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നായയുടെ കുരയ്ക്കലും പിന്നെ കുറച്ച് സൗണ്ടുകളൊക്കെ ഉണ്ട്, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലും സൗണ്ടുകളുണ്ട്. എനിക്ക് എന്തെങ്കിലും സൗണ്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ ഈ ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി എടുത്ത തേങ്ങാപ്പീര ഉണ്ടല്ലോ, അതൊരു 1.5 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി 1.5 കപ്പ് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലിനി നമുക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നല്ലൊരു ഡൗ ആക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ഡൗ ആയിട്ട് എടുക്കണം. പിന്നെ അത് കുഴയ്ക്കുമ്പോൾ വല്ലാണ്ട് ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്. സോഫ്റ്റായിട്ട് കുറേശ്ശെ നമുക്ക് സാധാരണ പാല് ചേർത്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. പച്ചപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ബേക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോക്കനട്ട് കുക്കീസ്, അതായത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ചൂടാവണം, പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുക്കീസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ച് ബട്ടറോ നെയ്യോ തടവി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ഇതിലേക്ക് ഷേപ്പാക്കി വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അത് ചെയ്തെടുക്കാം. ഇത് കുറച്ച് തേങ്ങാപ്പീരയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഒന്ന് ഡിപ്പ് ചെയ്ത്
ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ കുക്കീസും നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബേക്ക് ചെയ്യണ പാത്രം 5 മിനിറ്റായിട്ട് ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇതന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും സ്റ്റാൻഡ്, ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ കുക്കീസ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കീസ് തട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇത് ബേക്കായി വരുമ്പോൾ ഒന്നും കൂടി വലുതായി വരും. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 25-30 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് മാറ്റാം. ഇപ്പം നമ്മുടെ അടുത്ത ബാച്ചും കുക്കീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു 30 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്കാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പീര കൊണ്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടുണ്ടാവും. ഇത് അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓവൻ ഇല്ലാണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റണ നല്ലൊരു കുക്കീസാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.